വി കെ സനോജിലേക്ക് പോകുന്നു. വി കെ സനോജ് എം എൽ എ ടെലിഫോണിൽ പ്രതികരിക്കാൻ. ശ്രീ സനോജ്, ഇപ്പോൾ ഞങ്ങളുടെ കാർഡുകൾ നീക്കം ചെയ്ത കാർഡുകൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. മെറ്റയ്ക്ക് വിശദമായ പരാതിയും ഈ കാർഡുകളിലെ കണ്ടന്റും അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി നൽകിയ ശേഷം മെറ്റയുടെ നടപടി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അങ്ങയുടെ പ്രതികരണം? അതായത് കേരളത്തിൽ കാർഡുകൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത് ബന്ധമുള്ള ചില ആളുകൾ MDMA കേസിൽ അറസ്റ്റിലായപ്പോഴാണ്. ആ അറസ്റ്റിലായ പ്രതികളുടെ ചിത്രവും മുഖ്യമന്ത്രിയുടെ ചിത്രവുമെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി ഓടിയപ്പോഴാണ് ചില വാർത്താ കണ്ടന്റുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ആ കണ്ടന്റുകളാണ് വ്യാപകമായി നീക്കം ചെയ്തത്. ആ ചർച്ച ഉയർന്നു വന്ന ഘട്ടത്തിലാണ് മറ്റു ചില കണ്ടന്റുകൾ നീക്കം ചെയ്തു എന്ന കാര്യം പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും അത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് ഒരു വ്യക്തത ഉണ്ടാക്കേണ്ടതുണ്ട്. സംസ്ഥാന ഗവൺമെന്റിനാണ് ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുക. അതുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത് എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. എന്നാൽ മെറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാർഡുകൾ നീക്കം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് മെറ്റയ്ക്ക് മെയിൽ സന്ദേശം പോവേണ്ടതുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കാര്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോപണത്തിന് വിധേയമായതുകൊണ്ട് കേരളത്തിന്റെ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ അതിന് മുൻകൈയെടുത്ത് ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കണം എന്നുകൂടി DYFI ആവശ്യപ്പെടുകയാണ്. ശരി, വളരെ നന്ദി വി കെ സനോജ് പ്രതികരിച്ചതിന്.